തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേറ്റു. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി മദ്യപാന സംഘത്തെ ചോദ്യം ചെയ്തതിനാണ് പ്രവീണിന് കുത്തേറ്റത്. മെഡിക്കൽ കോളേജ് പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഈ ലഹരിക്കെതിരെയും മദ്യപാനത്തിനെതിരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നവർക്കെതിരെയും ചെറുത്തുനിൽപ്പ് നടത്തുന്നവർക്കെതിരെയുമുള്ള ആക്രമണങ്ങൾ കൂടി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ലഹരി സംഘങ്ങൾ ഭീഷണി മുഴക്കുന്നത്, ഇതൊക്കെ ഒരു പതിവ് വാർത്തകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തും സമാനമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവിന് കുത്തേൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു. അഞ്ജു, ഈ കുത്തേറ്റ പ്രവീണിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇതിൽ പ്രതികൾ ആരൊക്കെയാണ്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ മദ്യപാന സംഘത്തെ ചോദ്യം ചെയ്യുന്നതിനിടെ വലിയ തരത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനെ മാരകമായി പരിക്കേൽക്കുന്നത്. അദ്ദേഹത്തിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കുത്തേറ്റത് കഴിഞ്ഞ ദിവസം. ഈ പലപ്പോഴായി ആ സ്ഥലങ്ങളിൽ ഈ മദ്യപാന ലഹരി സംഘങ്ങൾ തമ്മിൽ പലപ്പോഴും ഇത്തരത്തിൽ കാണുകയും ചോദ്യം ചെയ്യുന്നതടക്കം അവിടെ പല നാട്ടുകാരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം മദ്യപാന സംഘത്തെ ഈ പ്രവീണ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെയാണ് കുത്തേൽക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയല്ല എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശ്, തിരുവനന്തപുരത്ത് നിന്ന്.